കൊച്ചിലെ ഇലക്കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അന്ന് അമ്മ ചെയ്തു തന്നിരുന്ന പ്രധാന സൂത്രം കൂടെയായിരുന്നു ഇത്. ഇതറിയാത്ത അമ്മമാർ കേരളത്തിൽ കുറവായിരിക്കും. ഇനിയിപ്പോൾ അഥവാ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് മക്കൾക്ക് കൊടുത്തു വെക്ക്. അവർ കണ്ണും പൂട്ടി കഴിച്ചോളും. പിന്നെ ഇതിലത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു മുട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ ചേർത്തു, അത്രയേ ഉള്ളൂ. മുട്ടയുടെ ബാറ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. എന്നിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുരിങ്ങൻ്റെ ഇല എടുക്കുമ്പോഴാണ്. മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറവാണ്. അമ്മക്ക് ഉണ്ടാക്കി തരുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. മുരിങ്ങയുടെ ഇല നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് വരണേ. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. നന്നായിട്ട് വേവാകുമ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കും. ഇത്രയേ ഉള്ളൂ ഇതിലുള്ള കാര്യം. മസ്റ്റായിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു കേട്ടോ. ഇതിൽ ഇലക്കറികൾ ഏത് മക്കളാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ ഒന്നും മടിക്കും. ഇതാകുമ്പോൾ ഇതിലൊരു മുരിങ്ങൻ്റെ ഇല ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ പോലും മക്കൾക്ക് ഉണ്ടാവില്ലേ. അങ്ങനെ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ഇലക്കറികളൊക്കെ ഒന്ന് ഉള്ളിൽ ചെല്ലട്ടേന്നേ.